ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി നമ്മളുടെ മുമ്പിലുള്ളത് വെറും 50 days ആണ്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. അത് മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ. എല്ലാ വർഷവും ലാക്സ് ഓഫ് സ്റ്റുഡൻസ് എഴുതുന്ന ഈ ഒരു CBSE ബോർഡ് എക്സാമിന് ചില കുട്ടികൾ മാത്രമേ ഷൈൻ ചെയ്യുന്നുള്ളൂ. ചില കുട്ടികൾ മാത്രമേ അവരുടെ മാർക്സുമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. വൈ ഇസ് ഇറ്റ് സോ? അത് അവരുടെ ഭാഗ്യം കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ജനറ്റിക്കലി ബ്രില്യൻ്റ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ടാലന്റഡ് ആയതുകൊണ്ടാണോ? നോ, ഇറ്റ്സ് ബിക്കോസ് അവർക്കുണ്ട് അവരുടേതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് എ ഡ്രീം. ആ ഒരൊറ്റ കമ്മിറ്റ്മെന്റിന് പുറമെയാണ് ഈ ടോപ്പേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടായി വരുന്നത്. മേ ബി നിങ്ങളോട് എല്ലാവരും പറയുന്നുണ്ടാവും, നിങ്ങളുടെ പാരന്റ്സ് ആവട്ടെ, നിങ്ങളുടെ നെയ്ബേഴ്സ് ആവട്ടെ, കസിൻസ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, ദിസ് 10th ഈസ് യുവർ ടേണിംഗ് പോയിന്റ് എന്നുള്ളത്. അതേപോലെ നിങ്ങളുടെ മാർക്സ് കമ്പയർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഈ ഒരു CBSE കേരള സ്റ്റേറ്റ് ബോർഡ് തമ്മിലുള്ള കമ്പാരിസൺസും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അറ്റ് ദിസ് മൊമെന്റ് അല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഫിയർ ചെയ്യാതെ ടേക്ക് ദിസ് ആസ് എ ഫ്യൂൽ ടു അച്ചീവ് ടു യുവർ ഡ്രീം. ഓക്കെ, നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താനുള്ള ഒരു ഫ്യൂവൽ ആക്കിയിട്ട് ഈ ഒരു പ്രശ്നങ്ങളെ, ഈ ഒരു ഫിയേഴ്സിനെ ഒക്കെ നിങ്ങൾ മാറ്റിയാൽ ഒബ്വിയസ്ലി ആ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റിൽ നമ്മളും ഉണ്ടാവും, നമ്മളെ മാർക്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡും ആവും. ഈ റിഗ്രറ്റ് എന്നുള്ള കാര്യം ഉണ്ടല്ലോ മക്കളെ, ദാറ്റ് ഈസ് ടു ഡേഞ്ചറസ്. കുറച്ച് കഴിഞ്ഞിട്ട് എക്സാമിന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പറേഷൻ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ബെസ്റ്റ് സ്കോർ ചെയ്യായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് ഫീൽ ഒരിക്കലും നിങ്ങൾക്ക് വന്നു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇതുവരെ എന്തായോ എന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ടുഡേ അറ്റ് ദിസ് മൊമെന്റ് എങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് നമുക്കും ആ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റിൽ പെടാൻ പറ്റും. ഈ ടൈമിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി നമ്മളുടെ മുമ്പിലുള്ളത് വെറും 50 days ആണ്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. വെറും 50 ദിവസമാണ് ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ. ഇനി ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി ഹാവിങ് നിങ്ങളുടെ മോഡൽ എക്സാംസ് ഉണ്ടാവും, ബോർഡ് എക്സാംസിലേക്ക് പോകും, അതിൻ്റെ ഇടയിൽ കുറെ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 50 ദിവസം മാത്രമാണ് ബൈ ദാറ്റ് December 20th വരെ നോക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള ഡേയ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ തുടങ്ങണം എന്നുള്ളത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് അൺലോക്ക് ദ CBSE ക്ലാസ് 10 സക്സസ്. ഈ ഒരു എക്സാം നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് ആവട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ. സോ ഇൻ ദ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ SST പേപ്പറിൽ, നിങ്ങളുടെ സോഷ്യൽ സയൻസ് പേപ്പർ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഒരു ഈസി വേ ടു, അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് ടു യുവർ സക്സസ് ആണ് ഈ ഒരു SSTയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ യൂസ് ദ സെയിം മെത്തേഡ് ബാക്കിയുള്ള സബ്ജക്റ്റിന് കേട്ടോ. ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ സബ്ജക്ട്. സോ I'll tell you എങ്ങനെ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്, അതിൽ ഏതൊക്കെയാണ് ഡിലീറ്റഡ് പോർഷൻസ് ആയിട്ടുള്ളത്, ഏത് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എത്ര സമയം എടുത്തിട്ടാണ് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടത്, ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ സെറ്റാക്കി തരുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ SST പേപ്പർ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. യു വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ഹൗ യു ഹാവ് ടു സ്റ്റഡി ഫോർ യുവർ ബോർഡ് എക്സാംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഡിവിഷൻസ് വരുന്നത്. നമുക്ക് സോഷ്യലിൽ 4 സബ്ജക്ട്സ് തന്നെ വരുന്നുണ്ട് അല്ലേ. വി ഹാവ് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫിക്ക് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ആൻഡ് വി ഹാവ് എക്കണോമിക്സ്. 4 എണ്ണം ആയിട്ടാണ് നമ്മൾ സോഷ്യലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ദസ് നമ്മൾ മൊത്തം നോക്കുവാണെങ്കിൽ 22 ചാപ്റ്റേഴ്സ്. ഓക്കെ, 22 ചാപ്റ്റേഴ്സ് ആണ് മൊത്തം നമുക്ക് SSTയിൽ വരുന്നത്. 22 ചാപ്റ്റേഴ്സ്. പക്ഷേ ഈ 22 ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് എക്സാമിലില്ല കേട്ടോ. 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കട്ടാണ്. ആഫ്റ്റർ ദാറ്റ് എല്ലാ കട്ടും കഴിഞ്ഞിട്ട് 20 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ യു ഹാവ് 5 ചാപ്റ്റേഴ്സ് there. The rise of nationalism in Europe, nationalism in India, the making of a global world, the age of industrialization, print culture and the modern world. ഓക്കെ, അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ആയിരിക്കും. ആൻഡ് ഹിസ്റ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ 3rd ചാപ്റ്ററിൽ ദ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡിൽ സബ് ടോപ്പിക്സ് 1 to 1.3 മാത്രമേ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, 1 and 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. 3rd ചാപ്റ്ററിൽ നിന്ന് ഈ പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിനില്ല. ഓക്കെ, വീണ്ടും നമുക്കൊരു ബോണസ് കിട്ടിയില്ലേ. ഇത് നിങ്ങളുടെ പീരിയോഡിക് അസസ്മെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു ചാപ്റ്ററാണ് ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഫൈനൽ ചാപ്റ്റർ, എല്ലാ കാര്യങ്ങളും അവിടെ നിന്നിട്ട് ചോദിക്കുന്നതാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ഹിസ്റ്ററി ടു. അപ്പോൾ ഹിസ്റ്ററിയിലായിരിക്കും നിങ്ങൾക്ക് ഒരു 2 മാർക്സിനുള്ള മാപ്പ് ക്വസ്റ്റ്യനും ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്തത് ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 7 ചാപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. ബട്ട് 7 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. ഇൻ ബിറ്റ്വീൻ ഓരോ ചാപ്റ്റേഴ്സിലും കുറേ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ
geography you have resources and development, forest and wildlife resource, water resource, agriculture, minerals and energy resource, manufacturing industries and lifelines of national economy. ഈ lifelines of national economy മാപ്പ് മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഇൻ ഡെപ്ത് ആയിട്ട് തിയറി പാർട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല. ഇറ്റ് വിൽ നോട്ട് ബി ആസ്കിംഗ് ഫോർ യുവർ ബോർഡ് എക്സാംസ്. ഓക്കെ ആൻഡ് ഓൾസോ 3 മാർക്സിന് വരെ നമുക്ക് എന്തുണ്ടാവും, മാപ്പ് ക്വസ്റ്റ്യന് ജോഗ്രഫിയിൽ നിന്നിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മൂവിങ് ടു പൊളിറ്റിക്സിൽ വീണ്ടും നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 5 ചാപ്റ്റേഴ്സും പഠിക്കൽ നിർബന്ധമാണ്. പവർ ഷെയറിംഗ്, ഫെഡറലിസം, ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഇനി എക്കണോമിക്സിലേക്ക് നോക്കുമ്പോൾ യു ഹാവ് അഗെയിൻ 5 ചാപ്റ്റേഴ്സ് ദർ. പക്ഷേ 5 ചാപ്റ്ററും നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടതില്ല. ഡെവലപ്മെന്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി, മണി ആൻഡ് ക്രെഡിറ്റ്, ഹോൾ ചാപ്റ്റർ എക്സാമിന് ചോദിക്കും. ബട്ട് 4th ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കോണമിയിൽ എന്താണ് ഗ്ലോബലൈസേഷൻ, ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ഇനേബിൾഡ് ഗ്ലോബലൈസേഷൻ എന്താണ്, ഈ ടോപ്പിക്സ് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. ദ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ റൈറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊജക്ട് വർക്കിൽ ചോദിക്കുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് അതും നമ്മുടെ ബോർഡ് എക്സാംസിന് ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെട്ടിക്കുറച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് എത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, 20 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, പക്ഷേ ഈ 20 ചാപ്റ്റേഴ്സിനെ ഞാൻ പറഞ്ഞില്ലേ, ചില ചാപ്റ്റേഴ്സിൽ നിന്ന്, അതായത് നമ്മുടെ എക്കണോമിക്സിലെ 4th ചാപ്റ്റർ, പിന്നെ ജോഗ്രഫിയിലെ 7th ചാപ്റ്റർ, പിന്നെ ഹിസ്റ്ററിയിലെ 4th ചാപ്റ്റർ, 3rd ചാപ്റ്റർ, ഇതിൽ നിന്നൊക്കെ ചെറിയ പോർഷൻസേ ഉള്ളൂ. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സ് നമുക്ക് ചെറിയ രീതിയിൽ പഠിക്കാനുള്ളതായതുകൊണ്ട് അതുകൂടെ കട്ട് ചെയ്താൽ ലാസ്റ്റ് നമുക്ക് വെറും 17 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ദ റെസ്റ്റ് 3 എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആയിട്ടുള്ള ചാപ്റ്റർ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ലൈക്ക് സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും റിവ്യൂ എടുത്തിട്ട് അവരുടെ ഒരു അഭിപ്രായത്തിൽ ഐ ഹാവ് ഡിവൈഡഡ് ഇൻ ടു വെരി ഷോർട്ട് ചാപ്റ്റേഴ്സ്, ഹാർഡ് ചാപ്റ്റേഴ്സ് എങ്ങനെയാണെന്നുള്ള ഡിവിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ ചാപ്റ്റേഴ്സ് ആർ ഡിവൈഡഡ്. ഈ 3 ചാപ്റ്റേഴ്സ് വെരി ഷോർട്ട് ആണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടി ഈസി ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ദാ ഇവിടെ വരുന്ന 4 ചാപ്റ്റേഴ്സ്. ദെൻ യു ഹാവ് ലെങ്തി ബട്ട് ഈസി ചാപ്റ്റേഴ്സ് ഒരു 8ഓളം വരുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടെ ലെങ്തി ആണ്, കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് ഒരു 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ചാപ്റ്റേഴ്സിനും മൊത്തം നമുക്ക് 20 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ 20 ചാപ്റ്റേഴ്സും ഒരേ വേവ് ലെങ്ത്തിൽ പഠിച്ചാലും നമുക്ക് ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ 20 ചാപ്റ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം തന്നെ ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് 4 ഡിവിഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരേ ടൈം എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ, നമുക്ക് ആ ടോപ്പർ ലിസ്റ്റിൽ പെടണമെങ്കിൽ നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കണം? യെസ്, ഈ ഒരു 4 months കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. യെസ്, വി ഷുഡ് ഹാവ് എ പ്ലാൻ. ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മക്കളെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്ലാനെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം എന്നില്ല. എല്ലാവരും ഇങ്ങനെ സ്റ്റഡി പ്ലാൻസും സ്റ്റഡി ടൈം ടേബിളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് എല്ലാവരും അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ആ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. സോ ഐ believe that this video will be helpful for you. അപ്പോൾ ഈ 4 മാസം കൊണ്ട്, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? 20 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. യെസ്, അപ്പോൾ 4 മാസം കൊണ്ടാണ് ഈ ഒരു 20 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മളുടെ ബാക്കി മോഡൽ എക്സാംസ്, അതേപോലെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ ഈ 4 മാസമൊന്നും നമുക്ക് മുമ്പിലില്ല. വി ജസ്റ്റ് ഹാവ് ഓൺലി 50 days ahead. ഒരു 50 ദിവസം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. ബിക്കോസ് ജാനുവരിയിലൊന്നും പഠിക്കാമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് ആ സമയത്തായിരിക്കും നമ്മൾ മോഡൽസ് ആൻഡ് ഓൾസോ റിവിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. സോ നമ്മളുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് December 20. ബൈ December 20 നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വി മസ്റ്റ് കവർ ഓൾ ദ ചാപ്റ്റേഴ്സ്. നമ്മൾ പക്ക കോൺസെപ്റ്റ് പഠിച്ചിരിക്കണം. കോൺസെപ്റ്റ് ആ ഒരു 20th ഡേറ്റ് എന്നുള്ള ഒരു ഡേറ്റ് 2025 ഉണ്ടെങ്കിൽ വി മസ്റ്റ് കവർ ഓൾ ദ പോർഷൻസ് ബൈ ദാറ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് അക്കോർഡിംഗ് ടു നമ്മുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം എങ്ങനെയാണ്, എത്ര ഡേയ്സ് എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ ഇതിവിടെ അനലൈസ് ചെയ്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ള പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓർ എൽസ് യു ക്യാൻ ജസ്റ്റ് ജോയിൻ മീ ആൻഡ് ഫോളോ ദിസ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഷോർട്ടാണ്, ഒരു ഡേ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ആ ചാപ്റ്ററിൽ നിന്ന് ആകെ 2 ടോപ്പിക്സേ ചോദിക്കുന്നുള്ളൂ. അതിന് ഒരുപാട് ഡേയ്സ് ഒന്നും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഇട്ടത് ബാക്കിയുള്ള സബ്ജക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ലിമിറ്റഡ് ഡേയ്സിനോണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 50 days തന്നെ ചുരുങ്ങിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സോഷ്യൽ
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ സബ്ജക്ട് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ഐ തിങ്ക് മാത്സിന് വേണ്ടിയിട്ട് നമ്മുടെ അജാസ്ക പ്രോപ്പറായിട്ട് ഒരു റോഡ് മാപ്പ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് സോ ദാറ്റ് നിങ്ങൾക്ക് മാത്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം അവിടെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ദിവസം എടുത്തിട്ടാണ് പഠിക്കേണ്ടത്, അത് ഏത് ടൈപ്പിൽ പെടുന്നാനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. യു ക്യാൻ ഓൾസോ ടേക്ക് ദ സ്ക്രീൻഷോട്ട് ഇഫ് നീഡഡ് സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഇത്ര ഡേയ്സ് കൊണ്ട് എനിക്ക് ഇത് പഠിച്ച് തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഓൾ ദ 20 ചാപ്റ്റേഴ്സ് എത്ര ഡേയ്സിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു മാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അഡീഷണൽ ഗൈഡൻസ്. ഈ ചാപ്റ്റർ നമ്മൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ, ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടേ? യെസ്, ഫോർ ദാറ്റ് ആണ് നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഗൈഡൻസ് തന്നിരിക്കുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ബേസ്ഡ് ഓൺ മൈ വ്യൂസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസും നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ടുള്ള പോയിന്റ്സും ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. ബിക്കോസ് ആരും പെർഫെക്റ്റ് അല്ല, ആർക്കും ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ കാലിബറും ഡിഫറെൻ്റ് ആണില്ല. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. സോ ദ തിങ് ഈസ്, ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മേക്ക് ചാപ്റ്റർ വൈസ് നോട്ട്സ്. ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഓരോ ചാപ്റ്ററിനും നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഡസൻറ്റ് മീൻ ഈ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. ഈസി ആൻഡ് ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് ന്യൂമോണിക്സോ അല്ലെങ്കിൽ കോഡ്സോ ട്രിക്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്സും പഠിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് യൂസ് മൈൻഡ് മാപ്സ് ആൻഡ് ഡയഗ്രാംസ്. ഓക്കെ, മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ പല കാര്യങ്ങളും ജോഗ്രഫിയിലൊക്കെ നമുക്ക് ഡയഗ്രാംസിലൂടെയൊക്കെ എന്താണ് ടൈപ്സ് ഓഫ് സോയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിവിഷനൂടെ അവിടെ നടക്കണം നമ്മൾ സ്റ്റഡി ടൈമിൽ. ഈ ഒരു ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നടത്തിയിരിക്കണം. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് മാപ്പ് ആൻഡ് ഡയഗ്രാം ക്വസ്റ്റ്യൻസ്. ഇതാണ് എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യം. എല്ലാവരും തിയറി പാർട്ടൊക്കെ ഭയങ്കര പക്കായിട്ട് പഠിക്കുക, പക്ഷെ മാപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ആരും എന്ത് ചെയ്യില്ല, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ NCERT ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം മാപ്പിന് വേണ്ടിയിട്ടും വേറൊരു ദിവസം തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഫിക്സ് എ ടൈം ടേബിൾ ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. സോ യു ക്യാൻ either ഫോളോ മൈ ടൈം ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ബിക്കോസ് നമുക്ക് ലിമിറ്റഡ് ഡേയ്സ് അതിന് മുമ്പിലുള്ളൂ. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ ഇനിയും നിങ്ങൾക്ക് അത്രയും ഒരു അവയർനെസ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുള്ളൂ. ബിക്കോസ് ഈ ഒരു 50 ഡേയ്സ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളതെന്ന് നിങ്ങൾക്ക് ഡീപ്പ് ഇൻസൈഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷുവർലി ആരും എന്ത് ചെയ്യില്ല, ഇതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു ഇറ്റ് ബിക്കോസ് വി ഹാവ് ഓൺലി ലിമിറ്റഡ് 50 ഡേയ്സ് അഹെഡ്. നെക്സ്റ്റ് തിങ് ഇസ് റിവൈസ് റെഗുലർലി. പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് പൂട്ടി വെച്ചിട്ട് കാര്യമല്ല. നമുക്ക് അപ്പം തോന്നും വെള്ളം പോലെ എല്ലാം ക്ലിയർ ആയിട്ട് നാം പഠിച്ചിട്ടുണ്ടെന്ന്. ബട്ട് ദ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് നിങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളത് മറന്നുപോകും. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ആക്റ്റീവ് റീകോളിംഗ്. ഓക്കെ, അതായത് ആ സമയത്ത് തന്നെ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ അത് ബുക്ക് അടിച്ചിട്ട് അപ്പം തന്നെ നിങ്ങളൊന്ന് കണ്ണടിച്ചിട്ട് പഠിക്കുക. യെസ്, ഈ ഒരു സാധനങ്ങളാണ് ഈ ടോപ്പിക്സിൽ നിന്ന് കവർ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആ ഒരു മൊമെന്റിൽ റിവൈസ് ചെയ്യുന്നതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് സോൾവ് PYQs. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കോണ്ടന്റ് പഠിച്ചത് കൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ഇറ്റ്. ബിക്കോസ് അങ്ങനെ നമുക്ക് പോസിബിൾ ആവില്ല. എങ്ങനെയാണ് നമ്മളുടെ CBSE ബോർഡ് എക്സാംസ് ക്വസ്റ്റ്യൻസ് ഇടാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും അവർ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് യുവർ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യൽ. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാംസ്. അവോയ്ഡ് സ്കിപ്പിംഗ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരുപാട് പേര് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണാം. ഇത് തീരെ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡേ ഫ്രഷ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഈസി ടോപ്പിക്സിലേക്ക് പോവാം. ബിക്കോസ് നമ്മൾ ഫ്രഷ്ലി സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് തുടങ്ങാം. നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് സ്റ്റഡി ഫോർ ഡൗട്ട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയും ഗ്രൂപ്പ് സ്റ്റഡീസിൽ വെറും അലമ്പാണ് നടക്കുന്നതെന്നൊന്ന്. പക്ഷേ ഒരു ലിമിറ്റ് വരെ ചിലപ്പോൾ അത് ട്രൂ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ത്വര ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ള ശരിക്കുള്ളൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും നിങ്ങൾ ബെസ്റ്റായിട്ട് കണക്കാക്കും. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ ഐ തിങ്ക്. ഓക്കെ, നെക്സ്റ്റ് തിങ് സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് ബ്രേക്സ്. ഓക്കെ, ഹെൽത്തി ആയിട്ടിരിക്കുക. ബിക്കോസ് ഇത്രയും കാലം പഠിച്ച് എക്സാമിന് അന്ന് എന്തെങ്കിലും സിഗ്നസ് വന്നിട്ട് വല്ലാതെ അയാൾ ഇതുവരെ പഠിച്ചതൊക്കെ വേസ്റ്റ് ആവും. അതുകൊണ്ട് എക്സാം വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ പ്രോപ്പറായിട്ട് ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുള്ളൂ, പ്രോപ്പറായിട്ട് നമുക്ക് എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ടേക്ക് ബ്രേക്സ്. ഓക്കെ, ഒരു ദിവസം തന്നെ ഞാൻ ദിവസം മുഴുവൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എത്രയോ ദിവസമായി ഉറങ്ങിയിട്ട് എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയം എന്ത് ചെയ്യുക, ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ബോഡിക്കും എന്ത് വേണം, കുറച്ച് ബ്രേക്കൊക്കെ വേണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള ബ്രേക്ക് ബോഡിക്കും ബ്രെയിനും ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഫോർ ദാറ്റ്സ് ഒരു പൊമോഡോറോ പറഞ്ഞൊരു ടെക്നിക്കൽ, അതായത് 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക, അങ്ങനെ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ഒരു ഹാഫ് ഹവർ എങ്കിലും ബ്രേക്ക് എടുക്കുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡീസിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്താൽ സംഗതി കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും. ദെൻ യൂസ് NCERT ബുക്ക് ആൻഡ് ലേറ്റസ്റ്റ് സിലബസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഡിലീറ്റഡ് പോർഷൻസ്, ഡിലീറ്റഡ് ടോപ്പിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് പഠിക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യവും പഠിക്കാൻ നിൽക്കേണ്ട. ആൻഡ് ഓൾസോ നമ്മുടെ NCERT ബുക്ക് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നത്, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഇൻസൈഡ് ദ ബുക്കിൽ നിന്ന് തന്നെ നമ്മൾ പോലെ ശ്രദ്ധിക്കാത്ത ടോപ്പിക്സിൽ നിന്നായിരിക്കും. അപ്പോൾ NCERT എന്ത് ചെയ്യുക, അടിച്ചു പെറുക്കിയിട്ട് അങ്ങ് പഠിച്ചേക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ നിങ്ങളുടെ സ്റ്റഡീസ് എങ്ങനെ പോകണം എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ സീക്രട്ട് ടിപ്പ്, ദാറ്റ് ഇസ് ടീച്ച് വാട്ട് യു ലേൺ. എന്താണോ നിങ്ങൾ പഠിച്ചത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബ്രെയിൻ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സമയമാണ് ഈ പഠിപ്പിക്കുന്നത്. ബിക്കോസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മളെ തലയിലേക്ക് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റഡായിട്ട് പറഞ്ഞിട്ട് അത് നല്ല രീതിയിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, അതൊരിക്കലും മറന്നു പോകുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഓഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് മിറർ എങ്കിലും എന്ത് ചെയ്യുക, പോയിട്ട് അങ്ങ് സംസാരിച്ചിട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ സ്റ്റഡി പ്ലാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ ഐ പ്രോമിസ് യു നിങ്ങൾക്കും ആ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റിൽ പെടാൻ പറ്റും. സോ ലെറ്റ്സ് അൺലോക്ക് ദിസ് CBSE ക്ലാസ് 10 സക്സസ് അല്ലേ. അപ്പോൾ ഇതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വി ആർ റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഷെയർ ദിസ് പ്ലാൻസ് ടു യുവർ ഫ്രണ്ട്സ് ടു. Okay, so if you are ready to write your own success story, ഇന്ന് മുതൽ തന്നെ തുടങ്ങാൻ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു ബോർഡ് എക്സാം ഏറ്റവും ഈസി, സൂപ്പർ ഡ്യൂപ്പർ ഈസി, സിമ്പിൾ എക്സാം ആക്കിയിട്ട് നമുക്ക് മാറ്റാം. Okay, so I wish you all the very best. Thank you. Bye.